എം.ടി. വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ. ഹൃദയസ്തംഭനമുണ്ടായതായി ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ആരോഗ്യനില നിരീക്ഷിക്കുകയാണ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി എം.ടിയെ കണ്ടു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഈ മാസം 15-നാണ് എം.ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെയാണ് സ്ഥിതി ഗുരുതരമായത്. ഇന്ന് രാവിലെയോടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. രാവിലെ 11:30-ന് ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഹൃദയസ്തംഭനം ഉണ്ടായതായി സ്ഥിരീകരിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ആരോഗ്യനില നിരീക്ഷിക്കുകയാണ്. ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് വൈകിട്ട് പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനും വ്യക്തമാക്കി. എം.ടിയുമായുള്ളത് വൈകാരിക ബന്ധമാണെന്നും ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ പ്രാർത്ഥിക്കുന്നതായും PS ശ്രീധരൻപിള്ള പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയത് എൻ്റെ ആദ്യത്തെ 20 കൊല്ലം മുമ്പ്, 2 പതിറ്റാണ്ട് മുമ്പ് കാലദാനം എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ഒരു കവിതാ സമാഹാരം അതിന് അവതാരിക എഴുതുന്ന അദ്ദേഹമാണ്. പിന്നീട് ഞാൻ ഓർക്കുന്നു, വാത്സല്യം, എന്നോടുള്ള വാത്സല്യം കൊണ്ട് കൂടി ആകാം അതിനൊക്കെ അവതാരിക തന്നത്. എൻ്റെ കവിതയുടെ മെച്ചത്തേക്കാൾ ഉപരി എന്നോടുള്ള സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിളക്കുകാലുകൾ എവിടെയെന്ന് പറഞ്ഞൊരു പുസ്തകം കോഴിക്കോട്ടെ ഒരു പ്രസിദ്ധീകരണശാല പ്രസിദ്ധീകരിച്ചതും അത് പുറത്തിറക്കിയത് എം.ടി ആയിരുന്നു. വലിയൊരു ആത്മബന്ധമുണ്ട്. അദ്ദേഹത്തെ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് തീർച്ചയായും സർവശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കേരളത്തിൻ്റെ പുണ്യമായി മനുഷ്യനെ ഇനിയും അദ്ദേഹത്തിൻ്റെ ദൗത്യമായി മുന്നോട്ട് പോകാൻ സർവശക്തന്റെ സഹായം ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, സാഹിത്യകാരൻ MN കാരശ്ശേരി തുടങ്ങിയവരും എം.ടിയെ സന്ദർശിച്ചു. പറയാൻ കഴിയാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടോ മയക്കം കൊണ്ടോ ആയിരിക്കും കണ്ണു തുറക്കാൻ. ഞാൻ അദ്ദേഹത്തിന്റെ മക്കൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഓർമ്മയും കഥയൊക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ ഒന്നുള്ളൊരു ശേഷി ഉള്ളതായിട്ട് തോന്നിയില്ല. സംവിധായകൻ ഹരിഹരൻ, MA ബേബി തുടങ്ങിയവരും എം.ടിയെ കാണാനായി ആശുപത്രിയിലെത്തി. ജനം, കോഴിക്കോട്.